നാം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തെ നൂറ്റാണ്ടുകളായി അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ നയിച്ച നമ്മുടെ പൂർവികരായ ധീരദേശാഭിമാനികൾ അവർ ആഗ്രഹിച്ച, അവർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യയിലേക്ക് നമുക്ക് എത്തിച്ചേർന്നാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിക്കും. ഈ രാജ്യത്തെ മതേതരത്വമുള്ള, സോഷ്യലിസമുള്ള, പരമാധികാര റിപ്പബ്ലിക്കുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റണമെന്നാണ് മുൻഗാമികളായ ആളുകൾ ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ, ഈ രാജ്യത്ത് സോഷ്യലിസം ഇല്ലാതാക്കാൻ, ഈ രാജ്യത്തിൻ്റെ നെടുന്തൂണായ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വർത്തമാനകാല കാര്യങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ എല്ലാം ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട്, കലഹിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കള്ളവോട്ടും മോശപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ അപ്പോസ്തലന്മാരായി അവർ വിഹരിക്കുമ്പോൾ 79ാമത് വാർഷികത്തിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന നാം ശരിക്കും സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ, വസ്ത്രം ധരിക്കണമെങ്കിൽ, മതം പറയണമെങ്കിൽ ഈ രാജ്യത്ത് സവർണ ഫാസിസ്റ്റുകളുടെ അംഗീകാരം വേണം എന്നൊരവസ്ഥയിൽ 79ാമത് വാർഷികത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന മർമ്മപ്രധാനമായ ഒരു കാര്യം, ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന സവർണ മേധാവിത്വത്തിനെതിരെ, സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നിച്ചൊന്നായി ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും ജീവനും സ്വത്തും കൊടുത്തുകൊണ്ട് അവരുടെ വിയർപ്പൊഴുക്കി ഈ രാജ്യത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ മഹാരഥന്മാരുടെ ആശയങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഒന്നായി 79ാമത് വാർഷികത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ഈ രാജ്യം നമ്മുടേതാണ്, നമ്മുടേതു മാത്രമാണ്.